ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കിഫ്ബി മസാല ബോണ്ട് ഇടപാടിൽ ഇഡി നോട്ടീസിനെതിരെ മുഖ്യമന്ത്രി ഹൈക്കോടതിയെ സമീപിച്ചു. മസാല ബോണ്ടിൽ ചട്ടലംഘനം ചൂണ്ടിക്കാണിച്ചായിരുന്നു ഇഡി നോട്ടീസ് അയച്ചത്. വിവരങ്ങളുമായി ഷബ്ന ചേരുകയാണ് ലീഗൽ ഡെസ്കിൽ നിന്ന്. ഷബ്ന, ഈ 3 മാസത്തേക്കൊക്കെ നീട്ടിയ ഒരു പശ്ചാത്തലമുണ്ട്, ഈ വിധി ഇത് പരിഗണിക്കാൻ വേണ്ടി മാറ്റിയ ഒരു പശ്ചാത്തലമുണ്ട്. പക്ഷേ അപ്പോഴും ഒരു തെരഞ്ഞെടുപ്പ് അടുത്തത് വരാനിരിക്കുന്ന ഘട്ടമാണ്. എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇഡി നോട്ടീസ് വരിക എന്നതാണ് ഇടതുപക്ഷം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിയമ നടപടിയിലേക്ക് തന്നെ പോകണം എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി ഒരു നടപടിയുമായി പോകുന്നു. ഇഡിയും സമാനമായി നോട്ടീസ് അയച്ചിരിക്കുന്നു എന്നാണ്, ഒരു ഹർജി നൽകിയിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്ന വിശദാംശങ്ങൾ. രുചീഷ്, തീർച്ചയായും രുചീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഇത്തരത്തിലൊരു നോട്ടീസ് എന്ന് ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞ ദിവസം കിഫ്ബി ഹൈക്കോടതിയെ സമീപിക്കുകയും കിഫ്ബിക്ക് അയച്ച നോട്ടീസിലെ തുടർ നടപടികൾ ഹൈക്കോടതി 3 മാസത്തേക്ക് സ്റ്റേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിക്കും മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിനും കിഫ്ബി ചെയർമാനുമായിരുന്നു ഇഡി നോട്ടീസ് അയച്ചത്. ഫെമ ചട്ടലംഘനം ചൂണ്ടിക്കാണിച്ചായിരുന്നു ഈ നോട്ടീസ്. റിയൽ എസ്റ്റേറ്റ് നടപടികൾക്കായി റിയൽ എസ്റ്റേറ്റിനായി വിദേശത്ത് നിന്ന് സമാഹരിച്ച പണം ഉപയോഗിച്ചു എന്നതായിരുന്നു ഇഡിയുടെ കണ്ടെത്തൽ. എന്നാൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടല്ല നടന്നിട്ടുള്ളത്, വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്ന നടപടിയാണ് നടന്നിട്ടുള്ളത് എന്ന് കിഫ്ബി കഴിഞ്ഞ ദിവസം കോടതിയെ അറിയിക്കുകയും കോടതി കിഫ്ബിക്കെതിരെയുള്ള നോട്ടീസ് സ്റ്റേ ചെയ്യുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഈ ഹർജി നൽകിയിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ഹർജിയിലും കിഫ്ബിയുടെ അതേ വാദങ്ങൾ തന്നെയാണ് ഉന്നയിക്കുന്നത്. രാഷ്ട്രീയ പ്രേരിതമാണ് ഇഡിയുടെ നോട്ടീസ്. ഇത്തരത്തിൽ നോട്ടീസ് അയച്ചിട്ടുള്ളത് സ്റ്റേ ചെയ്യണം, അടിയന്തരമായി സ്റ്റേ ചെയ്യണം എന്നൊരു ആവശ്യം തന്നെയാണ് മുഖ്യമന്ത്രിയും ഉന്നയിച്ചിട്ടുള്ളത്. ഫെമ ചട്ടലംഘനം ഇതിൽ നടന്നിട്ടില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെയും വാദം. ഇനിയിപ്പോൾ ഒരുപക്ഷെ മുൻ മന്ത്രി തോമസ് ഐസക്കിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അദ്ദേഹവും കോടതിയെ സമീപിക്കാൻ തന്നെയാണ് സാധ്യത. ഇതിനിടെ ഇഡി ഈ കഴിഞ്ഞ ദിവസവും കിഫ്ബിയുടെ നോട്ടീസ് ഹൈക്കോടതി സ്റ്റേ ചെയ്തതിനെതിരെ അപ്പീൽ നൽകിയിരിക്കുകയാണ്. ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയിട്ടുണ്ട്. നാളെ ഒരുപക്ഷെ ഡിവിഷൻ ബെഞ്ച് ഈ അപ്പീൽ പരിഗണിക്കാൻ സാധ്യതയുണ്ട്. ശരി ഷബ്ന.